ഇന്ന് 2025 മെയ് മാസം 1-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, മേടം 18. ഇന്ന് സർവ്വരാജ്യ തൊഴിലാളി ദിനമാണ്. പതിവ് പോലെ ഒരു ചെറിയ പ്രചോദനത്തിലൂടെ തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, അധ്വാനിക്കാനുള്ള മനസ്സും ഏതു മോശമായ സാഹചര്യത്തിലും ആത്മവിശ്വാസം, കഠിനാധ്വാനം എന്നിവയുണ്ടെങ്കിൽ ഒരു മാന്ത്രിക സാമ്രാജ്യം തന്റെ ജീവിതത്തിൽ തന്നെ പടുത്തുയർത്താൻ പറ്റുമെന്ന് തെളിയിച്ച ഒരാളെ പറ്റി ഞാൻ നിങ്ങളോട് പറയാം. 1901-ൽ ഇല്ലിനോയിസിലെ ഹെർമോയിസിൽ ജനിച്ച ഒരു പയ്യൻ, ഒരു ദരിദ്ര കുടുംബത്തിലെ 5 സഹോദരങ്ങളിൽ ഒരാൾ. കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ ഒരു ദിവസം 1300-ലധികം പത്രങ്ങൾ വരെ വിതരണം ചെയ്തു. അച്ഛൻ പണം മുഴുവൻ പക്ഷേ ധൂർത്തടിച്ചു. വീട്ടിലെ കഷ്ടപ്പാടുകൾ കാരണം സഹോദരന്മാർ വീട് വിട്ടു. നന്നേ ചെറുപ്പത്തിൽ തന്നെ വരകളോടും പെയിന്റിങ്ങിനോടും കമ്പമുണ്ടായിരുന്ന അവൻ ബന്ധുക്കൾക്കും അയൽക്കാർക്കും ചിത്രങ്ങൾ വരച്ചു വിൽക്കാൻ തുടങ്ങി. സ്കൂൾ പത്രത്തിനായി കാർട്ടൂണുകൾ വരച്ചു. 16-ാമത്തെ വയസ്സിൽ സ്കൂൾ പഠനം ഉപേക്ഷിച്ച് ഡ്രൈവറായി ജോലി ചെയ്തു. എന്നാൽ അവന്റെ ലോകം വരകളുടേത് മാത്രമായിരുന്നു. അതിലവൻ സന്തോഷം കണ്ടെത്തി. 19-ാമത്തെ വയസ്സിൽ ചെറിയൊരു മോഷൻ പിക്ചർ കമ്പനി തട്ടിക്കൂട്ടി. എന്നാൽ അത് അമ്പയെ പരാജയപ്പെട്ടു. എന്നിട്ടും അവൻ കഠിനാധ്വാനം ചെയ്യാൻ മടിച്ചില്ല. കസാന സിറ്റി വിട്ട് ഹോളിവുഡ് സിറ്റിയിലേക്ക് ചേക്കേറി. ഒരു പഴയ ഗ്യാരേജിൽ ഒരു ആനിമേഷൻ സ്റ്റുഡിയോ തുടങ്ങി. 5 വർഷം വരുമാനമില്ലാതെ ജോലി ചെയ്തു. 1928-ൽ ആലീസ് ഇൻ കാർട്ടൂൺ ലാൻഡ്, ഓസ്വാൾഡ് ദി റാബിറ്റ് എന്നീ ഹ്രസ്വ കാർട്ടൂൺ ചിത്രങ്ങളിലൂടെ അങ്ങനെ ആ പയ്യനെ ലോകമറിഞ്ഞു. ഒരിക്കൽ ആ പയ്യനെ ഒരു പത്രം അഭിമുഖത്തിന് ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിൽ വേണ്ടത്ര പ്രതിഭയില്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ചു. നിങ്ങൾക്ക് ആ പയ്യൻ ആരാണെന്ന് മനസ്സിലായോ? ജീവിതത്തിൽ നേരിട്ട എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും വകഞ്ഞുമാറ്റി കഠിനാധ്വാനത്തിലൂടെ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റിയ കാർട്ടൂണുകളുടെ ലോകത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വാൾട്ടർ എലിയാസ് ഡിസ്നി. ഇപ്പോൾ തന്നെ എത്രയെത്ര കാർട്ടൂണുകൾ, ആ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തി. ഡൊണാൾഡ് ഡക്ക്, മിക്കി മൗസ്, ഗൂഫി, പ്ലൂട്ടോ, അങ്ങനെ നീണ്ട നിര. താൻ ജീവിതകാലം മുഴുവൻ വെല്ലുവിളികളോട് പോരാടി. അതില്ലാതെ ഇനി എങ്ങനെ പൊരുത്തപ്പെടണമെന്ന് തനിക്കറിയില്ലെന്ന് വാൾട്ട് ഡിസ്നി തന്നെ പറഞ്ഞിട്ടുണ്ട്. വെല്ലുവിളികളെ ജീവിതത്തിന്റെ ഇന്ധനമായി മാറ്റി പോരാടി ജയിക്കാൻ നമുക്ക് സാധിക്കണം. ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാനും നേടാനും കഴിയും.